ജൂൺ 3-നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ജൂൺ 3 എന്ന് പറഞ്ഞത് സ്കൂളൊക്കെ തുറന്ന ദിവസമാണല്ലോ. അപ്പോൾ ഈ ഒരു വർഷം എനിക്കുണ്ട് കേട്ടോ ഒരാൾ സ്കൂൾക്ക് പറഞ്ഞയക്കാൻ. അതുകൊണ്ട് തന്നെ പുലർച്ചെ 4 മണിക്ക് കിച്ചണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിച്ചണിക്ക് ഇറങ്ങിയിട്ട് ആദ്യം എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ചോറ് വെക്കാൻ വിചാരിച്ചു. കാരണം ചോറ് വേവാനാണല്ലോ ടൈം എടുക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണോ, കൂട്ടാനും റെഡി ആക്കണോ. കാരണം സ്കൂളുള്ള ദിവസം എല്ലാതും ഒപ്പമാവണമല്ലോ. ചോറും കൂട്ടാനും ചായയും കടിയും എല്ലാതും ഒപ്പമാവണമല്ലോ. അങ്ങനെ അതാ ഫസ്റ്റ് ചോറിനുള്ള വെള്ളം അടുപ്പത്തിടാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു വർഷം താത്താൻ്റെ മോളേനെ കേട്ടോ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ കിട്ടിയിട്ടുള്ളത്. സ്കൂൾക്കല്ല, കോളേജിലേക്കാണ്. അപ്പോൾ അവൾ കുറച്ച് നേരത്തെ ഇറങ്ങും കേട്ടോ. കോളേജ് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എല്ലാം റെഡിയാകും വേണം. കഴിഞ്ഞ വെക്കേഷൻ ഫുള്ളും നമ്മൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അവളെ. അപ്പോൾ അത് കോളേജ് തുറക്കാനായപ്പോൾ പിന്നെ വീട്ടിൽ ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടില്ലേന്ന് കേട്ടോ. പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ലേന്ന്. ഇവിടുന്ന് കോളേജിലേക്ക് പോകാറിനിക്കാണ്ട് ഇവിടെ തന്നെ പിടിച്ച് നിർത്തിയതാണ്. അങ്ങനെ അതാ ചോറിനുള്ള വെള്ളം വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഗ്ലാസ് ചായക്കുള്ള വെള്ളം വെച്ചിക്കാണ്ടായപ്പോൾ പിന്നെ ചോറ് വെക്കാൻ വിചാരിച്ചു. കാരണം ഈ ഒരടുപ്പ് മാത്രം കത്തുള്ളൂ കേട്ടോ. മറ്റേ അടുപ്പ് ഹൈ ഫ്ലെയിമിലിട്ടാലും ലോ ഫ്ലെയിമിൻ്റെ സ്പീഡേ കിട്ടുള്ളൂ. ചായ ആക്കി വേഗം അതിന്മേൽ തന്നെ ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. ഇനി കൂട്ടാനുകളൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ദോശയ്ക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പം അതിനുള്ള സവാള, ഉരുളക്കിഴങ്ങും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ ചായയും കൂടെ കൊണ്ടുവച്ചിക്കാണ്ട് അതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ തലേ ദിവസം ഇഞ്ചും വെളുത്തുള്ളിയും തൊലി കളഞ്ഞൊക്കെ അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ളത് കട്ട് ചെയ്ത് വെക്കാനൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ തലേ ദിവസം ഒന്നും നടന്നില്ല. ഒക്കെ പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. രാവിലെ പുലർച്ചെ എണീച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 7 മണി 7:30 ആകുമ്പോഴത്തേന് 7:45 ആകുമ്പോഴത്തേന് അവൾ ഇറങ്ങും. അപ്പോഴത്തേന് എല്ലാതും ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനെ പറഞ്ഞയക്കണത്. അപ്പോൾ ബസ്സൊക്കെ പോയാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. കോളേജിൻ്റെ ബസ് 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് വരും കേട്ടോ. അപ്പോൾ അവരെ വീടിൻ്റെ അടുത്തൊക്കെയാണ് ബസ് വരിക. നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് വരില്ല. കോളേജ് ബസ് അവരെ വീട്ടിൻ്റെ അങ്ങോട്ട് കേട്ടോ വരിക. അപ്പോൾ ഇവിടുന്ന് അവളെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വേണം അവൾക്ക് ബസ് കയറാൻ. അപ്പോൾ സാധാരണ ഇറങ്ങുന്നേക്കാളും കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും കേട്ടോ. അങ്ങനെ അതാ ചോറിനുള്ള അരി തീമിട്ട് അതിൻ്റെ ശേഷം ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യണ മടിക്ക് വേഗം ചോപ്പറിലിട്ടൊക്കെയാണ്. പച്ചക്കറികൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചോറും തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളച്ചാൽ പിന്നെ അത് റൈസ് പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഈ തിളച്ച പാടത്ത് തന്നെ അതിലേക്ക് ഇറക്കി വെക്കൂല കേട്ടോ. ഒരു 5 മിനിറ്റ് അതിൻ്റെ ഒരു മൂടി പകുതിയോളം തുറന്നിട്ടിട്ട് വീണ്ടും 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുള്ളൂ. അപ്പോഴേക്കും ഇതാ മുട്ടക്കറിക്കുള്ള മുട്ട പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഒരു അടുപ്പത്ത് തന്നെ ചോറെടുത്താൽ ആ ഒരു അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതും അതിൻ്റെ കൂടെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുഴുങ്ങാനുള്ള മുട്ട റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതിലോളം ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാലും നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും വേണ്ടി ശ്രമിക്കുക. പണി ഇത്ര ആയിട്ടുള്ളൂ. അപ്പോഴേക്കും സ്ലാബൊക്കെ വെള്ളം കളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം പിന്നെ അടുത്ത പണിക്ക് നിൽക്കാൻ വിചാരിച്ചു. പച്ചക്കറികൾ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേന്ന് കേട്ടോ. മുട്ടക്കറിക്കുള്ളത് മാത്രം റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ ക്യാബേജൊക്കെ കട്ട് ചെയ്ത് ചോപ്പറിലിട്ടുകാണ്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ക്യാബേജ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കലാണ്. ഈ ചോപ്പറിലിട്ടുകാണ്ട് എടുക്കലാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. പിന്നെ അതുപോലെ തന്നെ സവാളൊക്കെ ചെറുതാക്കി അരിയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഉഷാറാണ്. പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ബ്ലേഡുമ്പോൾ കൊടുങ്ങുമ്പോൾ ഒന്നാകെ പൊന്തിച്ചെടുത്ത് ഒന്നാകെ കൊട്ടി ഒഴിവാക്കി വീണ്ടും രണ്ടാമത് സെറ്റാക്കി വെക്കണമെന്നുള്ളൂ.
ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇതിനെ കൊണ്ടുള്ളൂ കേട്ടോ. ഏതാ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഉരുളങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ. അത് ലാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ദോശയൊക്കെ ചുടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടൈം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ വെച്ച് ചെയ്യാൻ വിചാരിച്ചു. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയിൽ ഇങ്ങനെ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് തന്നെ ടൈം പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ടൈം പോകുന്നത് അറിയണ തന്നെ ഇല്ല. ഒരടുപ്പിൽ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ലോ ഫ്ലെയിമിൽ എത്തിയാലും കുറേ ടൈം എടുത്തിട്ട് അതായിക്കോളും. പിന്നെ അത് അപ്പുറത്ത് കറി ഉണ്ടാക്കാനുള്ള പാനോട് അടുപ്പത്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അങ്ങനെ എന്താ കറീൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് വേവാനും കൂടെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഉരുളങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അടുപ്പിൻ്റെ ഒരു അടുപ്പ് മാത്രം കത്തണുള്ളൂ. അപ്പോൾ കറി ആയിട്ട് വേണം അതിന്മേൽ ദോശക്കല്ല് വെക്കാൻ. കോളേജിലേക്ക് പോകുന്ന ആളിതാ നേരത്തെ തന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പാകം കൊല്ലായൊക്കെ അവളെ അടിച്ചൊരു തുടച്ചിട്ട് എന്നിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായിട്ടോ. പിന്നെ ഈ ഒരു അടുക്കളത്തെ പണി കഴിഞ്ഞ് അവിടേക്കൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല, ക്ലീനാക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവളെ പണി ചെയ്തതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമായി. പിന്നെ അതാ അപ്പോഴേക്കും കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഒരു ആ പാനിൽ തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഇപ്പുറത്തെ ചായ വെച്ചതും തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പൊടിയൊക്കെ ഇട്ടെടുത്ത് അതും മാറ്റിയിട്ട് അവിടെയും വേറൊരു ചട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചട്ടിയിൽ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് ഉരുളക്കിഴങ്ങും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ചട്ടിയിൽ ഓയിൽ വെച്ചിക്കാണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കേട്ടോ മസാല തേച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മസാല തേക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കുറച്ച് ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിക്കാണ്ട് വേഗം മസാല വെച്ചിക്കാണ്ട് ഇതാ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കാബേജൊക്കെ അവിടെ കിടന്ന് വേവുണ്ട്. ഇനി ഇതാ കറിയിലേക്ക് മുട്ട ഇട്ടെടുത്തിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ ഇട്ടെടുത്തൊക്കെ ചെയ്തേക്കണേ. കാരണം ഉമ്മാക്ക് മുട്ട പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനൊന്നും കഴിയൂല. അതിന് ശേഷം അതാ ദോശ ചുടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചിട്ട് അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മറ്റേ അടുപ്പത്തുനിന്ന് ഇപ്പോഴും കാബേജ് റെഡി ആയിട്ടില്ല കേട്ടോ. ഒരടുപ്പിന് കേടുള്ളതുകൊണ്ട് അത് ആക്കത്തിലാവുള്ളൂ. അപ്പോൾ ദോശ ഇതാ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. ഈ നേരമില്ലാത്ത നേരത്ത് ദോശ മഞ്ഞളും കുഞ്ചാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതാ ദോശ ചുട്ടോ ഒന്നും റെഡി ആയിട്ടില്ലേന്ന്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചുട്ട് അങ്ങനെ പിന്നെ റെഡിയായി വന്നു. അപ്പോൾ ഇതാ ദോശയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചോറ് കൂട്ടാൻ മാത്രമേ ഉള്ളൂ.
ഈ ഒരു നേരമായപ്പോഴേക്കന്നെ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചോറിന് നല്ല വേവ് ഉണ്ട്, ഏകദേശം 2 മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ അരിനേക്കാളും നല്ല വേവുള്ള അരിയാന്ന് തോന്നുന്നു. അപ്പോൾ അതാ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ വന്നിക്കാണ്ട് ചോറ് ഊറ്റിയെടുക്കലും കഴിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ചോറ് വാർക്കാൻ വേണ്ടി പേടിയാണ് കേട്ടോ. ഞാനിതുപോലെ കൊട്ടക്കല്ലിൽ ഊറ്റിയെടുക്കലാണ്. വാർത്തെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിൽക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. വാർക്കാൻ വേണ്ടി ഇതുവരെ നോക്കി വാർത്തെടുക്കലില്ല കേട്ടോ ചോറ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വാർത്തെടുക്കൽ, നാത്തുമാരും താത്തൊക്കെ ചോറ് വാർക്കാൻ വേണ്ടി വെക്കലാട്ടോ. പക്ഷെ എനിക്ക് പേടിയാണ് അവർ പണി ചെയ്യുന്നത്. അങ്ങനെ അതാ ലാസ്റ്റായിട്ട് അവൾക്കുള്ള കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ദോശയും കൂടെ കുറച്ച് ആവാനുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളെ ചോറ്റുപാത്രം റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ആദ്യം ചോറ് വെച്ചു, പിന്നെ അതിൻ്റെ മേലെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ക്യാബേജും ഒക്കെ വെച്ച് കൊടുത്തേക്കാണ്ട് ചോറ്റും പാത്രം റെഡിയാക്കി കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഇമ്മ സ്കൂൾക്ക് പറഞ്ഞയച്ചൊക്കെ കേട്ടോ ഓർമ്മ വരുന്നത്. ലാസ്റ്റായിട്ട് ഞാനും കൊണ്ടുപോയ ചോറ്റുപാത്രം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ഉമ്മ ഇതിൽ ചോറാക്കണതും അത് ബാഗിൽ വെച്ച് തരുന്നതും ഒക്കെ അതൊക്കെയാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. അപ്പോഴേക്കും അവൾ ചായ അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം പോവാനുള്ളൊരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അത് ചോറ് ഊറ്റിയെടുക്കലും ദോശ ചുടലും എല്ലാതും കഴിഞ്ഞു. 7 മണിയായപ്പോഴത്തേനും ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ സിങ്ക് നിറഞ്ഞ് കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൾ പോകാനായിട്ടുണ്ട്. അവൾക്കുള്ള ചോറ് ഇതൊക്കെ ബാഗിലാക്കിയിട്ട് അവൾ റെഡി ആവുന്നുണ്ട്. അവളക്കാക്ക അപ്പോഴത്തേന് താത്താൻ്റെ മോനെ എപ്പോഴേക്കും അവൾ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ അവരവിടെ നിന്നാണ് ബസ് ഉള്ളത് എന്നുള്ളത്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താത്താൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നിക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ഒറ്റയൊക്കെ ആയല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എത്താത്ത വരും കേട്ടോ അങ്ങനെ കുളിപ്പിക്കാനൊക്കെ. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നേരത്തെ എണീറ്റ് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല വിശപ്പാണല്ലോ. അപ്പോൾ ഞാൻ വേഗം ചായയും കടിയൊക്കെ കുടിച്ചു. അപ്പോൾ അകത്ത് വന്നപ്പോൾ ഉമ്മി ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് എണീറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എണീറ്റപ്പോൾ നല്ല ചിരിയൊക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും നിൽക്കുക, ചില ദിവസങ്ങൾ ഉറങ്ങിയാലും പുതിരാത്ത ദിവസങ്ങളായിരിക്കും. ഇന്നിപ്പോൾ ഏതായാലും ഉമ്മക്ക് നല്ല ദിവസമാണ് തോന്നണു. ഉമ്മ നല്ല ചിരിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വന്ന് ഇനി ഉറങ്ങണതിന് മുന്നേ തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് വേഗം വന്ന് കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ.